ഏറെ കോളിളക്കം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിൽ 14 പ്രതികൾ കുറ്റക്കാർ എന്നാണ് CBI കോടതിയുടെ കണ്ടെത്തൽ. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റവും ഗൂഢാലോചനയും തെളിഞ്ഞിട്ടുണ്ട്. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള CPIM നേതാക്കൾ കുറ്റക്കാർ എന്ന് കോടതി കണ്ടെത്തി. 10 പ്രതികളെ കോടതി വെറുതെ വിട്ടു. ശിക്ഷാവിധി വെള്ളിയാഴ്ചയാണ്. ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നു. നീതി കിട്ടിയോ? പെരിയിൽ കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ പിതാവ് ശ്രീ സത്യനാരായണൻ, ഇടനിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ് എന്നിവരാണ് ഈ ചർച്ചയിൽ ചേരുന്നത് നമ്മോടൊപ്പം. ആദ്യം ശ്രീ സത്യനാരായണനിലേക്കാണ്. ശ്രീ സത്യനാരായണൻ, CBI കോടതിയുടെ വിധിയാണ്. CPIM നേതാക്കളടക്കം കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. നീതി കിട്ടിയെന്ന വിശ്വാസമുണ്ടോ? നീതി കിട്ടിയെന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ 14 പ്രതികൾക്കെതിരെ കുറ്റം തെളിയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് കോടതിക്ക് ബോധ്യപ്പെടുത്തി. അപ്പോൾ അത് കോടതി എന്ന് പറഞ്ഞ 14 പ്രതികൾ കുറ്റം ചെയ്തതായി തെളിഞ്ഞു. പക്ഷെ അതിൽ സംതൃപ്തിയുണ്ട്. അതിൻ്റെ വിധി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയതുകൊണ്ട് അതിൻ്റെ ആ വിധി എങ്ങനെ വരുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ തൃപ്തിയും എന്ന് പറയുന്ന ഈ പ്രവർത്തനത്തിൻ്റെ ഫലം കാണുന്ന അവിടെയാണ് നമ്മൾക്ക് കൃത്യമായി പറയാൻ പറ്റൂ. പിന്നെ വെറുതെ വിട്ട 10 പ്രതികൾ ഗൂഢാലോചനയെ ബന്ധപ്പെട്ട് അവരെ കൂടെ ഉണ്ടായിരുന്ന 10 പ്രതികളെ വെറുതെ വിട്ടതിലുള്ള ഒരു നീരസം നമുക്ക് വളരെയധികം ഉണ്ട്. അത് വളരെയധികം വേദന ജനിപ്പിക്കുന്നൊരു സംഭവമാണ്. കാരണം നമുക്ക് കുറ്റം ചെയ്തവർക്ക് എല്ലാവർക്കും ശിക്ഷ കിട്ടണമെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിലാണ് നമ്മൾ ഇത്രയും ഈ 6 വർഷക്കാലമായി ഈ അന്വേഷണത്തിൻ്റെ കൂടെ CBI അന്വേഷണം പോലുള്ള സുപ്രീം കോടതി വരെ പോയി അവിടെ നിന്നും ഏത് വാങ്ങിയൊന്ന് ഈ അന്വേഷണത്തിനും CBI അന്വേഷണത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഇതിൻ്റെ 2 വർഷമായി ഇതിൻ്റെ വിചാരണ തുടങ്ങിയിട്ട് ഇതിൻ്റെ 100-160ഓളം സാക്ഷികളെ വിസ്തരിക്കാൻ ഇവിടെ കൊച്ചി CBI കോടതിയിൽ കൊണ്ടുവന്ന് അതിൻ്റെ എല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒരുപാട് അനുഭവിച്ചു. അപ്പോൾ അതിൻ്റെതൊക്കെ ശിക്ഷ ഒരാൾക്കും കിട്ടാതിരിക്കുമ്പോഴുള്ള വിഷമമുണ്ട്. പക്ഷെ എല്ലാവർക്കും ശിക്ഷ കിട്ടണമെന്നുള്ള ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ ഇതുവരെയും പ്രവർത്തിച്ചത്. അതിന് വേണ്ടുന്ന തക്കതായ തെളിവുകൾ നമ്മൾ കൃത്യമായി നൽകിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ കോടതി അവരെ വെറുതെ വിട്ടിരിക്കുന്നു. അത് ഇപ്പോൾ ഇതിനുശേഷം അവർക്ക് ശിക്ഷ കിട്ടത്തക്ക രീതിയിൽ നമ്മൾക്ക് അതിൻ്റെ നീതിന്യായ വ്യവസ്ഥ പ്രകാരം പ്രോസിക്യൂട്ടറുമായി ബന്ധപ്പെട്ട് അത് അതിൻ്റെ നിയമവശങ്ങളിലേക്ക് പോകണമെന്നാണ് നമ്മുടെ അഭിപ്രായം. പക്ഷെ ഇതൊക്കെ ഇതിൻ്റെ ശിക്ഷാവിധി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്കുള്ള ചർച്ചയോ അതിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനോ ഇടപെടാനോ പറ്റൂ. ശിക്ഷാവിധി വരേണ്ടതുണ്ട്, അതുവരെ കാത്തിരിക്കാം. പക്ഷെ അപ്പോഴും നേരത്തെ ശ്രീ സത്യനാരായണൻ, ഇപ്പോൾ ഈ CBI എത്തിയ സാഹചര്യം നമ്മൾക്കറിയാം. എങ്ങനെയാണ് CBI വന്നത്? അതിനൊട്ടേറെ പോരാട്ടങ്ങൾ നടത്തേണ്ടി വന്നു, നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു, രാഷ്ട്രീയമായി പോരടിക്കേണ്ടി വന്നു. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം, ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയ കുറ്റക്കാരുണ്ടല്ലോ, ആ പട്ടിക വിപുലീകരിക്കപ്പെടുന്നുണ്ട് CBI വരുമ്പോൾ. അപ്പോൾ അതിൽ 4 പേർ കൂടി അധികം ഇപ്പോൾ വരുന്നു. ആ 4 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുന്നു. അപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ക്രൈംബ്രാഞ്ച് സ്വീകരിച്ച ഒരു നിലപാട്, അവരുടെ സമീപനം, CBI എത്തിയപ്പോൾ കൂടുതൽ പ്രതികൾ വരുന്നു, അവർ കൂടി കുറ്റക്കാരാകുന്ന സാഹചര്യം. അന്വേഷണത്തിന്റെ തുടക്കവും ഈ CBIയുടെ അന്വേഷണവും ഈ കോടതി വിധി വരുമ്പോൾ താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, ശ്രീ സത്യനാരായണൻ? കോടതി വിധി CBI വന്നതിന് ശേഷം ഒരുപാട് ഇവരെ വകുപ്പുകളിലും ഇവരെ പ്രതികളെ കണ്ടെത്താനുള്ളതിലും വകുപ്പുകളിലും ക്ലാരിറ്റി വരുത്താൻ സാധിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ക്രൈംബ്രാഞ്ച് ആണെങ്കിൽ ദുർബലമായ വകുപ്പുകൾ ചേർത്ത് എല്ലാ പ്രതികളെയും പിടികൂടാതെ ക്രൈംബ്രാഞ്ച് സിസ്റ്റം ഒന്ന് സർക്കാർ ഇങ്ങോട്ട് വിട്ടത് തന്നെ അത് ഈ കേസ് ദുർബലപ്പെടുത്താൻ വേണ്ടി നിസ്സാരമായ വകുപ്പുകളിട്ട് അതൊന്നും സാക്ഷികളെന്ന് കൃത്യമായി പറയാതെയോ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെയോ ഒരു എഴുതാൻ വേണ്ടി ഒരു വിട്ട സംഘമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അവരെ പ്രതി പട്ടികയിൽ ചേർത്ത ആൾക്കാരെ പോലും അത് ക്ലാരിറ്റി വരുത്തിയതും അത് കൃത്യതയോട് പോയതും CBI വന്നതിന് ശേഷമാണ്. അതിൻ്റെ കുറ്റപത്രം നല്ല രീതിക്ക് കൊടുക്കാൻ പറ്റിയത് CBI അന്വേഷണത്തിന് ശേഷമാണ്. അപ്പോൾ ഇല്ലെങ്കിൽ അത് ദുർബലമാണ്. അത് ആണല്ലോ നമ്മൾ CBI അന്വേഷണത്തിൽ കോടതിയെ സമീപിച്ചതും ഇത്രയും ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ച ഒരു സർക്കാരിന് നമ്മൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട സർക്കാർ
അവർക്കെതിരെ നമ്മളെ ബാധിക്കാനും നമ്മൾ പറയാം ഓരോ വ്യക്തികൾക്കും വരുന്ന ഈ ദുരന്തത്തിൽ സംരക്ഷണം നൽകേണ്ട സർക്കാർ ചെയ്തു കൂട്ടിയ ഒരു പ്രവൃത്തിയെ അത് ആർക്കും നിരക്കുന്നതല്ല, അത് ഈ സമൂഹത്തിന് നിരക്കുന്നതല്ല. അതിൽ നീതിയോ അല്ലെങ്കിൽ ജനാധിപത്യപരമോ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയതിലുള്ള ദുഃഖവും വേദനയും സങ്കടവും ഒക്കെ നമ്മൾക്ക് ഈ മക്കൾ മരിച്ചതിൽ കൂടുതൽ അതിൻ്റെ മേലെ വന്ന് ഭവിച്ചവരാണ്. പിന്നെ സാമ്പത്തികമായും മറ്റ് പരാതികളും ഒരുപാട് പ്രയത്നങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ഒരു സർക്കാരിൻ്റെ ചിന്താഗതിയാണ്, അവരുടെ ഈ നിയമവ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് നമ്മൾ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാധ്യത. പിന്നെ നമുക്ക് ആകെ ആശ്രയം കോടതി മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ അന്വേഷണം കൃത്യമായിട്ട് പോകണം. CBI വന്നാൽ മാത്രമേ കുറച്ചെങ്കിലും നല്ല രീതിക്ക് പ്രതികളെ പിടിക്കപ്പെടാനോ അല്ലെങ്കിൽ അതിന്റെ കുറ്റപത്രം കൃത്യമായി കൊടുക്കാനോ പറ്റുമെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇത്രയും പ്രവർത്തിച്ചു. അതിന്റെ ഫലം ഒരുവിധം ഒരു 70% നമുക്ക് തൃപ്തികരമാണ്. ബാക്കിയുള്ളത് ഈ വിധി കൃത്യമായ കുറ്റക്കാരെ കണ്ടെത്തി വിധി വന്നതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റൂ അത് കോടതി എന്ത് നൽകുന്നു, അത് അവർക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ബാക്കി പൊളിറ്റിക്സിന്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ അതിന്റെ തലപ്പത്തിരിക്കുന്ന ജില്ലയിൽ നമ്മളിവിടെ തലപ്പത്തിരിക്കുന്ന 10 വർഷം MLA ആയിട്ടുള്ള KV കുഞ്ഞിരാമൻ അടക്കം അത് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ സ്ഥിതിക്ക് അവരെ നമ്മളെ പാർട്ടിയല്ല, നമ്മൾ CPM ബന്ധമില്ല എന്ന് പറയുന്നതൊക്കെ അവരെ എല്ലായ്പ്പോഴും പാടി നടക്കാറുണ്ട്. അവർ ചെയ്യും, അവരല്ല എന്ന് പറയും. അതിനല്ലാതാക്കാൻ വേണ്ടിയിട്ട് കള്ളങ്ങൾ നുണവർ പറഞ്ഞുകൊണ്ടിരിക്കും. സത്യങ്ങൾ പറയുന്ന സത്യകാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യന് കള്ളങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്ക് നുണ പ്രചരണം കൊണ്ട് മാത്രം വളർന്നൊരു പാർട്ടിയാണ്, എന്തും ചെയ്യും. പക്ഷെ അതിന് വിട്ടുകൊടുത്തില്ല. നമ്മൾ ഇത്രയും ദൈവാനുഗ്രഹം കൊണ്ട് ഇത്രയും നടത്താൻ സാധിച്ചു. നമ്മുടെ പിന്നിൽ നമ്മുടെ UDF പ്രസ്ഥാനം തന്നെ, അതുപോലെ ഒരു വലിയൊരു സമൂഹം, മനുഷ്യത്വമുള്ള ഒരു സമൂഹം, മനുഷ്യ സ്നേഹമുള്ള ഒരു സമൂഹം ഇതിൽ വേദനിച്ച് നമ്മളെ കൂടെ നിന്നിരുന്നു.